രാവിലെ എഴുന്നേറ്റത് മാതാശ്രീക്ക് പുട്ടും മുട്ടക്കറിയും വേണമെന്ന് ഭയങ്കര ആഗ്രഹം. കൈ സർജറിക്കായി ഇരിക്കുന്ന കാരണം തന്നെ ആൾക്ക് ഇരുന്നിരുന്ന് ആകെ മടുപ്പായി തുടങ്ങി. ജീവിതം ഒരു കരക്കടുപ്പിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് എൻ്റെ അമ്മേനെ ഇങ്ങനെ അടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സാഹചര്യം വേണം. ഞാനത് എപ്പോഴും അമ്മേനോട് പറയാറുണ്ട്. കൈ ഒന്ന് സർജറിയായി വീട്ടിൽ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്തെങ്കിലും എനിക്ക് എൻ്റെ അമ്മച്ചീനെ അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും ആളെ ഇന്നൊരു ദിവസമാണ് എനിക്ക് അടുത്ത് കിട്ടിയത്. ഓരോ സാഹചര്യങ്ങളും കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു പാവം. എന്നാൽ നമ്മൾ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ ശരിയാകത്തില്ല, ഞാൻ തന്നെ പോകണമെന്നും പറഞ്ഞൊരു പോക്കായിരിക്കും. പല അമ്മമാരും അങ്ങനെയായിരിക്കും. അവരിപ്പോൾ എന്ത് കഷ്ടപ്പാടിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും അവർക്ക് ചെയ്താലേ അതൊരു തൃപ്തി വരത്തുള്ളൂ. അങ്ങനെ തൃപ്തിക്ക് വേണ്ടി ഈ കയ്യും വെച്ച് എൻ്റെ മോടാത്ത സ്ഥലങ്ങളില്ല. ഡോക്ടർ നല്ലോണം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടും റെസ്റ്റ് എടുക്കാതെ ഓട്ടപ്പാച്ചിൽ കാരണം ഞാൻ കുറേ വഴക്ക് പറയും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഈ ഓടുന്ന ഓട്ടം മാത്രമേ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇരിക്കാൻ നേരമില്ലാതെ ചെറുപ്പം മുതലേ അമ്മേനെ ഇങ്ങനെ ഓടി ഓടി കണ്ടുകൊണ്ടായിരിക്കണം. അമ്മേനെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് അത്രയും ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരിക്കും. അമ്മച്ചി അടുത്തുള്ളപ്പോൾ ഭയങ്കര ഒരു സമാധാനവും തോന്നും. ആ സമാധാനം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കിട്ടാറില്ല, വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന അവസരം പോലെയാണ്. ഇപ്പോൾ ഇതായി ഇരിക്കുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ദിവസത്തെ ഓരോ ദിവസം കടന്നു പോകുന്നത്. അമ്മ രാവിലെ എഴുന്നേറ്റ് അമ്മേനെ കുളിപ്പിക്കുന്നത് തൊട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അത് വാരി കൊടുക്കുന്നത് ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാനൊരു അമ്മയും എൻ്റെ അമ്മയും ഒരു കുഞ്ഞുമായി മാറിയ ദിവസങ്ങളാട്ടോ ഇതൊക്കെ. ചോറ് വാരി കൊടുക്കുമ്പോൾ അത് മതിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ വഴക്കൊക്കെ പറയും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്മമാരെ നമ്മൾ മക്കളെ പോലെ നോക്കി വളർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.